ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുപ്പൊന്നും നടക്കുന്നില്ല. 2 ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് വീഡിയോ എടുക്കണം പക്ഷെ ഒന്നും നടക്കുന്നില്ല കേട്ടോ. 2 ദിവസം വെള്ളം പണി തന്നുകൊണ്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത്. വെള്ളം വരുന്ന ദിവസം നമുക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ പിറ്റേ ദിവസം എടുക്കാൻ അന്നേരം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ തിരക്ക് പിടിച്ച ദിവസമാണ് ഇപ്പോൾ ഈ ആഴ്ചയായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ രാവിലെ തന്നെ മുട്ടയെല്ലാം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ മദ്രസ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം എന്തായാലും 6:30 ആയിട്ടുണ്ടേ. ഇന്നെന്തായാലും ഒന്നും നോക്കിയില്ല, തലേന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആ ഒരു പ്ലാനിലാട്ടോ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം അടുക്കളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടാണ് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇച്ചുവിൻ്റെ അടുത്ത് വേഗം പല്ലൊക്കെ തേച്ച് വന്ന് പെട്ടെന്ന് കഴിച്ച് അവന്മാർ വരുമ്പോഴേക്കും കുളിച്ച് റെഡി ചെയ്യാൻ ഓർഡർ കൊടുത്തിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും, സ്കൂളിൽ പോകാൻ വൈകുകയും ചെയ്യാണ്ട് നേരത്തെ ഓർഡറൊക്കെ കൊടുത്ത് എനിക്ക് എൻ്റെ പണികളൊക്കെ തീർക്കാൻ വേണ്ടി ഇരിക്കണേ. ഇന്നപ്പോൾ സാധനങ്ങളൊക്കെ ഏറെക്കുറെ അവിടെ നിന്നൊക്കെ മാറ്റാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ വേഗം പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ട് ചെയ്യല. അതാണ് എല്ലാവർക്കും ഒരേ ഓർഡർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരേ മുട്ട പുഴുങ്ങിയതും കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈയിടെയായിട്ട് മുട്ട കഴി എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. ഒരേ മുട്ട വീതം പിള്ളേർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു മുട്ട എടുത്ത് പുഴുങ്ങിക്കഴിഞ്ഞ് ഞാൻ തിന്നാൻ വേണ്ടി അപ്പോൾ അത് പേട്ടുമുട്ട കണ്ടായിരുന്നു, ചീമുട്ട എന്ന് പറയില്ല. പക്ഷെ പുഴുങ്ങി കഴിഞ്ഞിട്ടാണ് മനസ്സിലായത്. തോല് പൊളിച്ചപ്പോൾ അതിനെന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ കാര്യമാക്കി എടുത്തില്ല. പിന്നെ നോക്കിയപ്പോൾ അത് ചീമുട്ടയാണ്. വേഗം അത് തുപ്പി കളഞ്ഞിട്ട് അടുത്ത മുട്ട എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ മത്തി മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചാറ് എല്ലാവരും എടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പിന്നെ മീൻ പൊരിച്ച എണ്ണ ഉണ്ട്, അതിലോട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ പിള്ളേർ ചോറുണ്ണുമ്പോൾ കഴിച്ചോളും കേട്ടോ. അങ്ങനെ അതും ഇടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഞാൻ ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നപ്പോൾ വൈകുന്നേരത്തിന് ചോറിടുന്നുള്ളൂ, കാരണം രാവിലത്തേനും ഉച്ചക്കത്തേനൊക്കെ ചോറ് ഒരു കല നിറച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചോറിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വേഗം അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ അത് ഏറെക്കുറെ വടിക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കുള്ള വെള്ളമെല്ലാം വേഗം ആക്കി വെച്ചു. ഇന്ന് ഒരു ഓർഡർ ഉള്ളതുകൊണ്ട് തലേന്ന് കുപ്പിയും പാത്രം എല്ലാം അടുക്കളയിൽ ഞാൻ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനിട്ട് വായിട്ടലിച്ച് സമയം വൈകാറുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ കറി കൊടുത്തുവിടാനായിട്ട് കിഴങ്ങ് പൊരിച്ച് കൊടുത്തുവിടാൻ വേണ്ടി ഇരിക്കാനായിട്ടോ. അപ്പോൾ പിന്നെ അത് വേഗം ആക്കിയിട്ടുണ്ട്. എളുപ്പപ്പണിയാണല്ലോ, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോൾ വേഗം ഞാൻ കിഴങ്ങ് പൊരിക്കാനേ ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വാത്തുമ്മ നല്ല ഉറക്കമാണ് എണീറ്റിട്ടുണ്ടായിരുന്നതിൽ. അതുകൊണ്ട് പണി പെട്ടെന്ന് തീർക്കാനുള്ള ഇതാണ്, കാരണം അവൾ എണീറ്റ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല. എണീറ്റ് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാറുണ്ട്. അതുകൊണ്ട് ആ അലമ്പ് ഒഴിവാക്കാൻ വേണ്ടി വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അടുപ്പയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാ കുഴയ്ക്കുന്ന സമയം കൊണ്ട് കൂട്ടി വെക്കുന്നില്ല, സാധാരണ കൂട്ടി വെക്കാറാണ് പതിവ്. കൂട്ടി വെക്കാനുള്ള നേരമില്ലാത്തതുകൊണ്ട് അത് മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും ഉപ്പും കൊണ്ടിട്ട് കുറേ നേരം തിരുമ്മിയാക്കി. അപ്പോഴേക്കും അതിൽ ഉപ്പ് പിടിച്ചോളല്ലോ. അപ്പോഴേക്കും നമ്മൾ കിഴങ്ങും ആയിട്ടുണ്ടായിരുന്നു, ചോറും ഞാൻ വടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് പിള്ളേർ യൂണിഫോം എല്ലാം തയ്ക്കാൻ വേണ്ടി ഞാൻ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ, കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് ഞാൻ വേറെ പാത്രത്തിൽ കൊടുത്തിട്ടില്ല, ബാറ്റ് പപ്പടം പൊരിക്കുന്നുണ്ട്. എന്നാൽ അത് വേഗം ചെറിയ പാത്രത്തിൽ കൊടുത്തു വിടാമെന്ന് ഓർത്തിട്ട് ഞാൻ ആ കിഴങ്ങ് പൊരിച്ചു കൊടുത്ത പാത്രം ഞാൻ പപ്പടം കൊടുക്കാൻ വേണ്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ ഒച്ചയുടെയൊക്കെ വ്യത്യാസമൊക്കെ വരും കേട്ടോ. വേറെ എന്തായാലും ഞാൻ രാത്രിയിലാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, അതിൻ്റെ ഒക്കെ ഒച്ച വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോൾ ബാറ്റ് പപ്പടം മഞ്ഞ കളറിൽ കയറത്തില്ല, ഞാൻ കിഴങ്ങ് പൊരിച്ച അതേ എണ്ണയിൽ തന്നെയായിട്ട് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 പേര് പാത്രത്തിൽ അത് ആക്കിയിട്ടുണ്ട്. ആ ഒരു പണി അവിടെ തീർത്തിട്ടുണ്ട്. അങ്ങനെ അവനവൻ്റെ പാത്രം അവനവൻ തന്നെ ബാഗിലാക്കാൻ ഓർഡർ ഇട്ടിട്ട് ഞാൻ മാറി നിന്നായിട്ട് അപ്പോൾ ഇച്ചുവിൻ്റെ പാത്രം ഇച്ച് കൊണ്ടുവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചു അവന്മാർ വരുമ്പോഴേക്കും ഒരുങ്ങിയിട്ടുണ്ടായിട്ട്. അങ്ങനെ പിള്ളേരെല്ലാം വന്ന് വേഗം കുളിച്ചൊരുങ്ങി അവരിത് പോകാൻ യാത്രയായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓട്ടോ വിളിച്ച് പിള്ളേർ അപ്പം തന്നെ താഴോട്ട് ഇറങ്ങിപ്പോയേ. ഹായ്. അപ്പം നമ്മളിവിടെ സാധനങ്ങളൊക്കെ ഒതുക്കാൻ ആൾ വന്നിട്ടുണ്ടോ. ഒരു പുറത്ത് മഴയൊക്കെ ഉണ്ട്, പുറത്താണ് ഇന്ന് പണി കിടക്കുന്നത്. ഒതുക്കാൻ വേണ്ടി എനിക്ക് സാധനങ്ങളൊന്നും എടുത്ത് വെക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിള്ളേർ കിടക്കുന്ന റൂമൊക്കെ ചെറുതായിട്ട് ഒതുക്കിയിട്ടുണ്ട്, കാണിച്ചാൽ. പിള്ളേർ ഞാൻ ഇത്രയും കാലിയാക്കി വെച്ചിട്ടുണ്ട്. ബെഡൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. 2 കട്ടിലേയും ബെഡ് ഉണ്ടായിട്ട് എടുത്ത് മാറ്റി. പിന്നെ അയലുമത്തെ തുണിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒക്കെ ദേ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. 3 മൂടിയിട്ടിരിക്കണം. ഇത് ഇനി ഇവർക്ക് കാലിയാക്കി കൊടുക്കണം. അവരിങ്ങോട്ട് കയറുമ്പോൾ കാലിയാക്കി കൊടുക്കാറുണ്ട്. പിന്നെ അൽമാറിലും കുറച്ച് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. വിളിച്ചിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷെ പെട്ടെന്നായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു പണിയും തീർന്നതിൻ്റെ അടുക്കള ഒതുക്കി വിട്ടുകൊണ്ട് സമാധാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു പുറത്തത്തെ പണി തീർത്തിട്ട് അകത്തോട്ട് കയറുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒതുക്കി വെക്കാനുള്ള കുറച്ച് സമയം തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പെട്ടെന്ന് സടപ്പെടുമെന്ന് ഞാൻ വേഗം ഒതുക്കി തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് കൊണ്ട് കൊടുക്കുക. ഇതിലിപ്പോൾ ഒരു പണിയുടെ കഴിഞ്ഞിപ്പോൾ പുറത്തത്തെ ഏറെക്കുറെ തീർന്നോട്ടെ. ഇനിയിപ്പോൾ അകത്ത് മാത്രമേ ഉള്ളൂ. അകത്ത് വെച്ചാൽ ഇനിയിപ്പോൾ തിണ്ണയിലോട്ട് കയറുവാണ്. നമ്മൾ പക്ഷേ എല്ലായിടത്തും പൊട്ടലും ചീറ്റലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ ബാബാ ഇനിയുള്ള പണി ഇതാണ് ഈ കിടക്കുന്നത്. ഇതെല്ലാം ഇനി ഒതുക്കിയെടുക്കണം. കാരണം ഇവിടെ ആ പൊട്ടലുള്ള സ്ഥലമുണ്ട്, അത് അവിടെ ഇവിടെ എന്തോ കുട്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അടുക്കള നമ്മൾ തൽക്കാലം ഇന്നിപ്പോൾ പണിയൊന്നുമില്ലായിരുന്നു. നാളെ പണിയുവാണെങ്കിൽ ഇവിടെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ മേശ ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടിട്ടിട്ട് ചെയ്യാൻ വേണ്ടിയാണ്.
ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊന്നിരിക്കുന്നത് രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അതുവരെ നല്ല പണിയായിരുന്നു ഈ ഒരു ഒതുക്ക് അതുപോലെ തീർന്നതിൽ. കാരണം അവർ ഒരേ റൂം വരുമ്പോഴേക്കും ഓരോ റൂമിൽ നിന്ന് ഇങ്ങനെ കാലിയാക്കി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ എടുത്ത വീഡിയോസാണെങ്കിൽ അതെ അവരുടെ ഫ്രണ്ടൊക്കെ നല്ലപോലെ വൈറ്റ് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിണ്ണ ആദ്യം കാണുന്നവർക്ക് അറിയായിരിക്കും ഇങ്ങനെയല്ലേ ഇരുന്നത്. അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര അവർ ചെയ്തു തരുന്നുള്ളൂ. കാരണം പൊത്തെല്ലാം അടച്ച് പിന്നെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്ത് തരാം. പിന്നെ അടുക്കള എന്താണ് ചെയ്യുന്നത് കറക്റ്റ് നമുക്ക് അറിയത്തില്ല, നാളെ അറിയത്തുള്ളൂ കേട്ടോ. നാളെ എന്ന് വെച്ചാൽ ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നാളെ ആയിരിക്കും. ഇത് ഇന്നത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. നിങ്ങൾക്കിത് കിട്ടുന്നത് ഏത് ദിവസമാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഞാൻ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഫ്രണ്ട് നമ്മുടെ കയറി ഉടനെ അവിടെ ഫുള്ള് വൈറ്റ് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വിള്ളലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അവർ അടച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പിള്ളേരെടുക്കുന്ന റൂം, പിന്നെ ഷെൽഫൊക്കെ അവർ ചെറിയ പണികളൊക്കെ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അതിനിപ്പോൾ മേശരി വന്നിട്ടുള്ള പിറ്റേ ദിവസത്തെ പണിയാണെന്ന് അറിയത്തില്ലേ. ഏറെക്കുറൊക്കെ അവർ ചെയ്ത് തീർത്തിട്ടുണ്ട്. അവരിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തിണ്ണൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇത്രയും തെളിച്ചത്തിൽ കാണുന്ന ആദ്യമായിട്ടാണ് വൈറ്റ് വാഷ് ഇട്ടപ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പെയിൻ്റൊക്കെ അത്യാവശ്യം മേടിച്ചടിക്കാമെന്ന് പറഞ്ഞു. കാരണം ഇത് ചെയ്യുന്ന ആൾക്കാർ ചെയ്തിട്ട് പോയത് പിന്നെ ബാക്കി നമുക്ക് എന്തൊക്കെ ചെയ്ത് തീർക്കാമല്ലോ. അങ്ങനെ ഇത് കുറേ പണി ഇനി കിടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, വീഡിയോ അത്യാവശ്യം തിളങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റും കാര്യമൊക്കെ മേടിച്ച് ഇനി അടിക്കാവുന്നുള്ളേ. ഇനി അടുക്കള എങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ വീഡിയോ ഒക്കെ മാക്സിമം ഞാൻ എടുക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് അടുക്കളയിൽ നിന്ന് ഗ്യാസും ഒക്കെ മാറ്റാനുണ്ട്. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ പിള്ളേർ റൂമിലെ കാര്യത്താണ് ഈ കാണിക്കുന്നത്. പിന്നെ ഈ പൊട്ടലും കാര്യമൊക്കെ ചെയ്യുന്നത് ഇവരെല്ലാം തോന്നും കേട്ടോ. കാരണം ചിലപ്പോൾ മേശിരി വന്നിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ പല സൈഡിലും പൊട്ടലും കാര്യമൊക്കെ ഉണ്ട്. ഇവർ പുറം വശം മാത്രം കേട്ടോ പൊട്ടിയടിച്ച് വിടുന്നുണ്ടായിരുന്നത്. അതെല്ലാം അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവരില്ലാ സമയത്താണ് ഞാൻ ഇത്രയൊക്കെ ഞാൻ ആക്കിയെടുത്തത്. ഇനിയിപ്പോൾ പെരയ്ക്കകത്ത് നല്ല പണിയുണ്ട് കേട്ടോ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പണിയൊക്കെ തീർത്തിട്ട് ഞാൻ എന്തായാലും ഹോം ടൂറിൻ്റെ ഒന്ന് കാണിക്കാം. അവർ ഹോം ടൂറിൻ്റെയൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു കാണിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഹോം ടൂറിൻ്റെയൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ കൂട്ടുകാർ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു പിന്നെ കാണാം. ബൈ ടാറ്റാ.